ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കേരള കാസിൻ്റെ മറ്റു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 2026 ഇവിടെ വന്ന് ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വാനാണ്. നമ്മളിപ്പോൾ പ്രസൻ്റ് ഉള്ളത് ഹരിയാനയിലെ ഗുഡ്ഗാവാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് പ്രാവശ്യം നോക്കാൻ കിട്ടിയിട്ടുള്ളത് ഒരു 2016-17 രജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റയാണ്, സെക്കൻഡ് ഓണറാണ്. അപ്പോൾ നമ്മളെല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ നോക്കിയിട്ട് ചെറിയ ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങൾ തന്നെ കണ്ടില്ല. സർവീസ് റെക്കോർഡ് എടുത്തപ്പോൾ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 2023 മാത്രമാണ് സർവീസ് കാണിക്കാത്തത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഷോറൂമിൽ കാര്യങ്ങൾ സർവീസ് കയറിയ ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം. നമ്മളെല്ലാ വണ്ടികളും നോക്കുന്ന പോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ കാണാറുണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് റീപ്ലേസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കോപ്പി ഗ്ലാസ് ഇട്ടതാണെങ്കിലും അതിലും ചെറുതായിട്ട് കല്ലടിച്ച് ഇവിടെ ചെറിയൊരു ക്രാക്ക്, ലൈൻ ക്രാക്ക് നമുക്ക് നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയുന്നില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്രാക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റും തന്നെ അത്യാവശ്യം പരിക്കുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് റീപെയിൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അത് എത്രമാത്രം വാല്യൂ കാര്യങ്ങളുണ്ടെന്നതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി വേറെ ബോണ്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ള പോലെ തന്നെ കൃഷ്ണ ഒരു 1 lakhൻ്റെ അടുത്തൊക്കെ എത്താനാകുമ്പോൾ തന്നെ വരുന്ന സ്റ്റിയറിംഗ് വീലിൽ വരുന്ന ഒരു കട്ടിങ്ങും എൻ്റെ അവിടെ ചെറുതായിട്ട് കളർ കാര്യങ്ങൾ പോയിട്ടുണ്ട്, ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ ഈ ഒരു AC വിൻഡിൻ്റെ അവിടെ ചെറിയൊരു കട്ട് കണ്ടില്ല. ഈ കാര്യങ്ങൾ കണ്ടില്ല. സീറ്റ് കവറിലേക്കൊന്നും കാര്യമായ പരിക്കൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ലെവൽ ചളിയും പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നതാണ്. നമ്മളൊന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് അങ്ങനെ എക്സ്ട്രാ മാറ്റൊന്നും തന്നെ അവർ ഒട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. ഡോർ പാഡ് ആണെങ്കിലും തന്നെ നമ്മളെല്ലാം കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ഇത് വന്നിട്ടുള്ളൂ. സ്വിച്ചസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിങ്ങും കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്ന സമയത്ത്. ഇനി നമുക്കെല്ലാം വണ്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പുറകുവശത്തും തന്നെ നമുക്ക് 7 സീറ്റ് ആയതുകൊണ്ട് തന്നെ 2 ബക്കറ്റ് സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഏറ്റവും പുറകിലെ ഡ്രോയിലും തന്നെ കാര്യമായ പരിക്കുകളൊന്നും നമുക്ക് വണ്ടിയിൽ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്താണെങ്കിലും എക്സ്റ്റീരിയറിൻ്റെ ഭാഗത്താണെങ്കിലും കാര്യമായിട്ട് നോക്കി കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം പറയാം, വണ്ടി എടുത്താൽ ഒന്ന് നന്നായിട്ട് ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പുറകിലെ ടൈൽ ലൈറ്റും ഇവിടെ ക്രാക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ വണ്ടി ചെക്ക് ചെയ്യാം. പിന്നെ പ്രസൻ്റ് വണ്ടിയുടെ ഇൻഷുറൻസ് എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തിറക്കി ഓടിക്കൽ എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് നോക്കണം. എന്നാലും നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾ ചെയ്ത് ഓക്കെ. നമുക്ക് എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ഗേജിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ. ഇത് ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഈ ഒരു സൈഡ് നമുക്ക് മൊത്തം നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ കസ്റ്റമർക്ക് ജസ്റ്റ് റിവ്യൂ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് വണ്ടി ചെക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഓൾറെഡി റീപ്ലേസ് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴുള്ള കാര്യങ്ങളും പൊട്ടിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് അവിടെ ചെറിയൊരു റീപ്ലേസ് ഇത് കല്ലടിച്ചിട്ട് ഇപ്പോഴും പൊട്ടിക്കിടക്കുന്നുണ്ട്. അതവർ മാറ്റിയിട്ടുമില്ല. ഓക്കെ. ഈ ഫെൻഡറിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒറിജിനൽ പെയിൻ്റാണ്. നമ്മൾ റീപെയിൻറ്റ് ഉണ്ടോയെന്ന് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, എത്രമാത്രം പൊട്ടി കയറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെ പില്ലറിലേക്കൊന്നും വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് പക്ഷേ ചെയ്യാനായിട്ടുണ്ട്. നല്ല വൃത്തിയേടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഡൽഹിയിലുള്ള ഒറിജിനൽ വണ്ടികളുടെ അവസ്ഥ ഇതായിരിക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ ഗ്രേപ്പ് കളർ എന്ന് പറയുന്നത് ഇതൊക്കെ പെട്ടുകൊണ്ട് തന്നെ ചെറിയ ലെവലിൽ എന്തെങ്കിലും വന്നാൽ തന്നെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും നമുക്ക് കാണാം. ഓക്കെ. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ്. റണ്ണിങ് ബോർഡിൽ പരിക്കൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് ഈ ഡോറിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഒരു പൊട്ടിച്ചിട്ടൊന്നുമില്ല. അതിനെല്ലാം കാണുന്ന പ്രോപ്പറായിട്ട് കാണുന്ന പഞ്ച് കാര്യങ്ങളും നമുക്ക് തന്നെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം പഞ്ചിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും അവരങ്ങനെ കാര്യമായിട്ട് റീപെയിൻറ്റിൻ്റെ വർക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ നോക്കിയ സമയത്തൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ കണ്ടിട്ടില്ല. ഇവിടുത്തെ എല്ലാം പാക്കിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് എല്ലാ ഡോറിൻ്റെ ഇതൊക്കെ പറിച്ച് നോക്കാം. വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മിസ്സായി പോകും. അപ്പോൾ ചിലർ ചോദിക്കും അത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ താഴെ കമൻറ്റുണ്ട്. നമ്മൾ വീഡിയോ മാറി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ ലെവലിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടച്ച് ആൻഡ് പോളിഷ് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്തിരുന്ന പ്രൈസ് 13 സംതിങ് ആണ് അവർ ആസ്കിങ് കൊടുത്തിരുന്നത്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. അത് നമ്മൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവരോട് ഇനി പ്രൈസിൻ്റെ കേസിൽ സംസാരിക്കുള്ളൂ. കാരണം വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ എക്സ്പേർട്ട് ആയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇനി പ്രൈസിൻ്റെ കേസ് പറയാൻ വേണ്ടിയിട്ട്. പ്രസൻ്റ് 2026 തുടക്കത്തിൽ നമ്മളിവിടെ വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെവലിൽ തണുപ്പും കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒന്നും റീപെയിൻറ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഈ ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്.
ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടെ അടിയിലും തന്നെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അധികം നമുക്കിവിടെ ഡൽഹി വണ്ടികൾ തുരുമ്പ് കാണാറില്ല. പിന്നെ ഇവിടുത്തെ ഡ്രൈനേജ് ഹോൾസൊക്കെ അടയുമ്പോഴാണ് ഇന്നത്തെ വെള്ളം നിന്നിട്ടൊക്കെ തുരുമ്പ് നമ്മൾ നോക്കിയിട്ട് കാണാറുള്ളത്. ഇവിടുത്തെ എല്ലാം പഞ്ചിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ട് പരിക്കൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇത്രയും വർഷം പഴക്കം ചെന്നതിൻ്റെ ലെവലിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ പെയിൻ്റാണ്, ഒറിജിനൽ പെയിൻ്റാണ്, ഒറിജിനൽ പെയിൻ്റാണ്, ഒറിജിനൽ പെയിൻ്റാണ്. ഓക്കെ, ഇത്രയും ഓക്കെയാണ്. ഈ സൈഡിലെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ടില്ല. പുറകിലും തന്നെ ഗ്ലാസ് എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. നമുക്കിനി ടൈലിലേക്ക് വരുന്ന സമയത്ത് ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഒറിജിനൽ പെയിൻ്റാണ്, ഒറിജിനൽ പെയിൻ്റാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുറകിലെ ടൈൽ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഒറിജിനൽ തന്നെ. പെയിൻറ്റ് ടെസ്റ്റ് ആളുകൾ ചുറ്റും കയറിയിട്ട് ചോദിക്കുന്നുണ്ട് നമ്മളെന്താ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഒറിജിനലാണ്. ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. ഇവിടെ നിന്ന് അവർ ഐക്യ പിടിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ചേട്ടാ ഒന്ന് അടുത്തേക്ക് വരാമോ? ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് റീപെയിൻ്റാണ്. 250, 400 ആ ലെവലിലേക്കൊക്കെ നല്ല ലെവൽ ഹൈയിലേക്ക് കയറുന്നുണ്ട്. ഇത് പുട്ടിയിലാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് കാഴ്ച തന്നെ അറിയാം ഒരു പെയിൻ്റ് അടിച്ച് കൊളാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അത് ഇവിടുത്തെ ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് റീവർക്ക് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് അവരെന്തോ തട്ടിയ സമയത്ത് അവർ റീപെയിൻറ്റ് ചെയ്ത് കൊളാക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാൻ. ഈ ഒരു സൈഡ് മൊത്തം റീപെയിൻ്റാണ്. വാല്യൂ പല പല വാല്യൂ കാണിക്കുന്നത്, അങ്ങനെ പ്രോപ്പറായിട്ടൊരു വാല്യൂ ഒന്നുമില്ല. പക്ഷേ ഓവർ പുട്ടി കാര്യങ്ങൾ ഇല്ല. ഇവിടെ എല്ലാം റീപെയിൻ്റാണ് കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് എന്തായാലും പെയിൻറ്റ് രണ്ടാമത് റീടച്ച് ചെയ്യേണ്ടി വരും. വണ്ടിയുടെ എഞ്ചിൻ റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. ഇതിവിടെ എല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെ കിടക്കുന്നു, ഒരേ വാല്യൂ തന്നെ കിടക്കുന്നു. ഇതിനെല്ലാം പഞ്ച് മാർക്കും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ടുണ്ട്. നല്ല ലെവലിൽ പൊടിയും ചളിയുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. കാരണം വെച്ചാൽ എവിടെയെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പെട്ടെന്ന് സാധിക്കും. ഈ ഒരു ഹെഡ്ലൈറ്റ് അവർ പഴയ ഹെഡ്ലൈറ്റ് ആവുന്നുണ്ട്. ഇതും എന്തോ തട്ടിയിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് അവർ വെറുതെ ജസ്റ്റ് ക്രാക്ക് മാറ്റി ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു റീവർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണുന്നത് അത്ര ക്വാളിറ്റിയിലല്ല ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത് എന്ന് പറയാം. ഈ സൈഡ് ഫെൻഡർ റീപെയിൻ്റാണ്. ഈ സൈഡ് എന്തോ എല്ലാം നല്ല ലെവലൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊളാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇവിടുത്തെ നിന്ന് പക്ഷേ എന്താ പറയുക പേസ്റ്റിങ് പോയിട്ടില്ല, പക്ഷേ റീപെയിൻ്റാണ്. അത് പല പല വാല്യൂലാണ് കിടക്കുന്നത്. ഇവിടെ റണ്ണിങ് ബോർഡിന് പരിക്കൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഈ സൈഡ് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തും കാര്യങ്ങളായിട്ട് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ അണ്ടർ ബോഡി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായ പരിക്കോ ഓയിൽ ലീക്കോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടെ ഇട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. വേറെ പൊക്കി റാമ്പിൽ കയറ്റി നോക്കാനതൊന്നുമില്ല. നമ്മളിങ്ങനെ കടന്ന് നോക്കിയിട്ടൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കിയിട്ട് അവിടെ തന്നെ അങ്ങനെ ഓയിൽ ലീക്കൊന്നും തന്നെ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ഈ കവറിങ്ങൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്യാമറ അടുത്ത് പിടിച്ച് കാണിച്ച് തരാൻ സാധിക്കാത്തത്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ക്യാമറയൊക്കെ ഇറക്കി നോക്കാറിലാണ് പതിവ്. ചില സമയങ്ങളിലൊക്കെ നമ്മളത് വീഡിയോയിൽ കാണിക്കാറില്ല. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ ബോഡി മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, വണ്ടിയുടെ മെക്കാനിക്കൽ നോക്കിയില്ലേ, അല്ലെങ്കിൽ എഞ്ചിൻ്റെ അത് നോക്കിയില്ലേ, ഇത് നോക്കിയില്ലേ എന്നൊക്കെ പറയാറുണ്ട്. ചിലത് നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് പോലെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് നമ്മൾ വീഡിയോക്കകത്ത് കാണിക്കാത്തത്. നമ്മൾ വണ്ടി ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പൊക്കെ നോക്കാം. ഇവിടെ തന്നെ അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും തന്നെ നിൽക്കുന്നില്ല. ചില വണ്ടിയുടെയൊക്കെ ഇവിടെ ഒത്തിരി ഇങ്ങനെ ക്രീമി പോലെയൊക്കെ നമ്മൾ പേസ്റ്റിംഗ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പേസ്റ്റ് പോലെയൊക്കെ ഡംപ് ചെയ്ത് കാണാറുണ്ട്. അത് അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് മൊത്തം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഞ്ചിൻ റൂം ചെക്ക് ചെയ്യണം. പ്രേം ചേട്ടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? വണ്ടിയുണ്ടോ വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ മൈക്കിനകത്ത് ചിലപ്പോൾ ഈ എഞ്ചിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നമ്മളിതിൻ്റെ എന്താ പറയുക സൗണ്ട് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫീച്ചർ ഓൺ ആക്കിക്കൊണ്ട് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നാം. അപ്പം ചിലർ പറയാറുണ്ട് എഞ്ചിൻ നോയ്സിൽ എന്തോ ഇത് തോന്നുന്നുണ്ടല്ലോ, ഇത്ര അടച്ച സൗണ്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്ന് റൈസ് ചെയ്തേ. നന്നായിട്ടൊന്ന് റൈസ് ചെയ്തോ, കുഴപ്പമില്ല. റൈസ് കറോ മതി.
വണ്ടി വളരെ സൈലൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഇനോടൊക്കെ കണ്ടുവരുന്നത് തന്നെയാണ്. ഇവിടുന്ന് ഓയിൽ റിട്ടേൺ അടിക്കുക കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചില വണ്ടിയുടെയൊക്കെ നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് അതൊക്കെ കാണാറുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഈ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ടയർ ആവറേജ് ടയർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ടയർ പഞ്ചറായി കിടക്കുന്നത് കാര്യമില്ല. ഓഫ് ചെയ്തോ. പുറകിലെ ടയറും തന്നെ അത്യാവശ്യം ഒരു കാഭാഗത്തിന് മുകളിൽ വരുന്ന ടയർ നമുക്ക് പറയാം. സ്റ്റെപ്പിന് അത്യാവശ്യം നല്ലൊരു ടയർ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ പുറകിലേക്ക് വരികയാണെങ്കിൽ ജാക്കി ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സൈഡിലൊക്കെ കണ്ടു നല്ല ലെവലിൽ പൊടി അടിച്ച് കിടക്കുന്നുണ്ട്. ഇവർ യൂസർകാർ ഷോറൂമുകാരാണെങ്കിലും ഇത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അവരടുത്ത് ഇപ്പോൾ വരാനേ സാധ്യതയുള്ളൂ. കാരണം അധികം പേരതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കാറുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റീനെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ പേപ്പർ ഭാഗവും കാര്യങ്ങളും നോക്കാം. അതോടൊപ്പം തന്നെ വണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ എൻ്റെ സ്കാനർ ഞാൻ പെട്ടെന്ന് ധൃതിയിൽ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് വണ്ടി സ്കാനിങ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കേസിലൊക്കെ സംസാരിക്കുള്ളൂ കേട്ടോ. അതിന് നമുക്ക് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വണ്ടിയിൽ അങ്ങനെ മീറ്ററിനകത്ത് ട്രാക്ഷൻ കൺട്രോളറിൻ്റെ വാർണിംഗ് വന്ന് കിടക്കുന്നുണ്ട്. എന്താണെന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ എൻ്റെ സ്കാനർ എടുത്തില്ലെന്ന് പറഞ്ഞല്ലോ. അത്ര മേജറായിട്ട് തന്നെ തോന്നുന്നു. ചെറുതായിട്ട് സൂര്യൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചൂട് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. സസ്പെൻഷൻ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവിടുത്തെ ഇപ്പം കയറിയപ്പോൾ ചാടിയപ്പോഴൊന്നും ഒച്ചമ്പോഴൊന്നും കേൾക്കുന്നൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നൊക്കെ ഉണ്ട്. ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കിട്ടോ സീറ്റ് ബെൽറ്റ് കിട്ടും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ വാർണിംഗ് കത്തി കിടക്കുന്നുണ്ട്. ടയർ ഞാൻ മോശമാണ്, അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ടയർ കുറച്ച് വീക്കായിട്ടൊരു ടയറാണ് കിടന്നിരുന്നത്. അതിൻ്റെ ഒരു കുറവ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അവിടുന്ന് റിട്ടേൺ എടുക്കാം. ഗിയറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മാറുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഗട്ടറുണ്ട്. കോയിനൊന്നും കിടക്കണം അതിൻ്റെ. വേറെ ഒച്ചയും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സൈലൻറ്റിനാണ്. കുറച്ചുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാം വരാൻ പറയാം. നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഹമ്പുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പേപ്പർ ഭാഗം കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമുക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്തില്ല. പൊതുവേ നമ്മൾ പറയാൻ തന്നെ ജനറലായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത സർവീസിന് കയറാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് വണ്ടിയുടെ പേപ്പർ കാര്യങ്ങൾ കാണിച്ചിരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ RC. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി സെക്കൻഡ് ഓണറാണ് വരുന്നത്. 1/2/2017 രജിസ്ട്രേഷൻ കിടക്കുന്നത്. പക്ഷേ വണ്ടി 10/2016 ഞാൻ ചെക്ക് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ബാക്കി സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. വണ്ടിയുടെ സർവീസ് പോയതിൻ്റെ ബില്ലൊക്കെയാണ്, പഴയ ബില്ലുകളൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. നമുക്ക് ബാക്കി കൂടി ചോദിച്ചു. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൈയോടെ ഡെലിവറി എടുക്കാൻ പോകണം. അപ്പോൾ വണ്ടിയുടെ പൊല്യൂഷൻ ആകെ സത്യം പറഞ്ഞാൽ 4-5 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൈയോട് കൂടിയിട്ട് പൊല്യൂഷൻ എടുത്തിട്ട് കൊണ്ടുപോകാൻ കയറിയിട്ടാണ്. കാരണം ഇപ്പോൾ നാട്ടിലറിയാലോ OTP വേണം, ഇവിടെ ആണെങ്കിലും OTP വേണം. അപ്പോൾ ഇവരിപ്പോൾ ഏജൻറ്റ് കൈയോടല്ല, അപ്പോൾ അവൻ തന്നെ റിസ്കിലെടുത്ത് തരട്ടെ.
അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് കൈയോട് കൂടി ട്രാൻസ്പോർട്ടറിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുത്തുകൂടാ തരിക. പക്ഷേ ഈ ക്ലയൻറ്റ് നമ്മുടെ മുമ്പ് നമ്മളെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരെ രണ്ടാമത്തെ വണ്ടിയാണ് അവരെ വീട്ടിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ഫുള്ളായിട്ട് വണ്ടി ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ കുറച്ച് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ വന്നിട്ട് വർക്കുകളൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നാട്ടിൽ നമ്മൾ ചെയ്ത് നമ്മുടെ രതീശ്വരൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ട കാര്യങ്ങൾ അങ്ങനെ വണ്ടിയുടെ സെക്കൻഡ് കീ, അതുപോലെ സർവീസ് ബുക്ക് എല്ലാം ഒരു മാനുവലിൻ്റെ ഒരു ബുക്ക് അവർ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ പഴയ പൊല്യൂഷൻ്റെ പേപ്പറാണ് അതിനകത്ത് 19 തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കൈയോട് കൂടിയിട്ട് പൊല്യൂഷൻ എടുക്കാൻ തരുന്നതാണ്. ഇതാണ് വണ്ടിയുടെ ഒറിജിനൽ RC. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നമുക്കിപ്പോൾ കിട്ടുള്ളൂ. ബാക്കി ഫോം നമുക്കിവിടെ രജിസ്ട്രേഷന് വേണ്ട കുറച്ച് ഫോംസുകളുണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മൊത്തത്തിൽ തിരക്കാണ് ഇവിടെ, മൊത്തത്തിൽ റോഡും കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഡെലിവറി ഫോട്ടോ എടുക്കണം, അവനെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇതാണ്. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ കണ്ടതെന്ന് വേറെ കാര്യമായ മാറ്റങ്ങളോ കാര്യങ്ങളും തന്നെ വന്നിട്ടൊന്നുമില്ല. നമ്മളെല്ലാ സൈഡും ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതും. നമുക്ക് പുറകിലെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ മഡ് ഫ്ലാപ്പൊക്കെ പഴയത് പൊട്ടിയതാവുന്നുണ്ട്, ഇവിടെ മാറ്റിയത് കിടക്കുന്നുണ്ട്. യെസ്, ജാക്കി കാര്യങ്ങൾ, വീൽ സ്പാനർ എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളോട് എടുത്തിട്ട് ഇനി ഡിപ്പ് ഇൻ കൊടുത്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാ സാധനങ്ങളും ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ സർവീസ് ബുക്ക് ഇപ്പം നമുക്ക് കിട്ടി. 2 കീ കാര്യങ്ങൾ അവൈലബിൾ ആണ്. മൊത്തം പൊടിയാണ്. വേറെ ഇപ്പോൾ കാര്യമായ ഇതൊന്നുമില്ല. വേറെ വണ്ടിക്കകത്ത് വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്ത് കൈയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കൂടി എടുത്ത് നമുക്ക് പോകാനുള്ള പരിപാടി അറേഞ്ച് ചെയ്യാം. അപ്പോൾ അവൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം എന്താണെന്നുള്ളത്. സർവീസ് ബുക്ക് ഇതായിരിക്കുന്നുണ്ട്. മുമ്പത്തെ എന്തോ ലോക്ക് സെറ്റ് എന്തോ വൈൻഡറിൻ്റെ ഇതെല്ലാം മാറേണ്ടതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വേറെ ഒന്നും വണ്ടിക്കകത്തൊന്നും കാര്യങ്ങളൊന്നും സാധനങ്ങളൊന്നും തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി മേടിക്കുകയാണ്. അപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ നമ്മൾ വണ്ടി കൈയോടെ ഇവിടുന്ന് മേടിച്ച് നമ്മൾ നാട്ടിലോട്ട് ഇതാക്കുന്നതായിരിക്കും. ഓക്കെ ഭയ്യ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടർ ഇപ്പോൾ തന്നെ ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൈയോട് കൂടിയിട്ട് ഇവിടുന്ന് ഇത് കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മളിവിടെ കേരളത്തിലെത്തി. നമ്മളിന്ന് വണ്ടി ഇവിടുന്ന് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുത്തിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ബ്ലാക്ക് അടിച്ചില്ല, പകരം സെയിം കളറിൽ തന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഇവർ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ടൈപ്പ് 2 ഫോർച്യൂണർ എടുത്തിരുന്നു. അതേ സെയിം കസ്റ്റമർക്ക് സെയിം വീട്ടിലോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ അവർക്ക് ക്രിസ്റ്റ എടുത്ത് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവ്യൂ ആയിട്ട് അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും അവർ തീർച്ചയായിട്ടും നാട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കസ്റ്റമർ റിവ്യൂ ആയിട്ട് സെപ്പറേറ്റ് എടുക്കാം. കാരണം ഇപ്പോൾ വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അവരാണെങ്കിലും കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്യുന്നില്ല. ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്താ ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്റ്റകളൊക്കെ അവിടെ നിന്ന് എടുക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഈ വാഹനം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് നമ്മളൊരു പെയിൻറ്റ് കറക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഒരു കോട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് പോയൊരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന് മെക്കാനിക്കലി ചെക്ക് ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊരു പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. 4 ബ്രേക്ക് പാഡുകളും കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തു. അതിൽ ചിലതൊക്കെ കുറച്ച് തേയ്മാനം കൂടുതലും കുറവൊക്കെ ആയിട്ട് നിന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിലൊക്കെ കൊടുത്ത് അതിൻ്റെ ഡ്രമ്മും കാര്യങ്ങളും ഡിസ്കൊക്കെ ഒന്ന് പോളിഷ് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് മെക്കാനിക്കലി ചെയ്യേണ്ടി വന്നില്ല. ഏകദേശം ഒരു 80 രൂപയുടെ ഉള്ളിലാണ് അതിന് മൊത്തം നമുക്ക് ബില്ല് വന്നിട്ടുള്ളൂ. പിന്നെ കൂടാതെ ഇതിൻ്റെ 1-2 ഫിൽറ്റേഴ്സ്, AC ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. അത് മാത്രമാണ് നമ്മളിപ്പോൾ മെക്കാനിക്കലി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റ് കറക്ഷൻ കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ വേറെ റീപ്ലേസ്മെൻറ്റുകളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. ഈ ഓൾറെഡി ബമ്പർ നമ്മളിപ്പോൾ ഈ ടൈപ്പ് 4 ഇതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെതായ മാറ്റം വരുത്തിയെന്നുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചു. അവർ എന്തായാലും സീറ്റ് കവർ കാര്യങ്ങൾ മാറ്റാൻ പോകുന്നു പറഞ്ഞു. പക്ഷേ വണ്ടി പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പാറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യങ്ങൾ മാറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇൻറ്റീരിയർ ഇരിക്കുന്നതെന്ന് പറയാം. നമ്മൾ വേറെ മാറ്റമൊന്നും തന്നെ വരുത്തിയിട്ടില്ല. പിന്നെ പുറകിലെ ടൈൽ ലാമ്പൊക്കെ പൊട്ടിയത് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവർ ഇതിൻ്റെ ഏറ്റവും LED ടൈപ്പിലേക്ക് അവർ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ഓരോ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ആ വർക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇവിടുന്ന് വണ്ടി അങ്ങോട്ടേക്ക് നമ്മൾ ഡെലിവറി കൊടുക്കാം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ വണ്ടിയിൽ നമ്മളെടുത്ത മാറ്റങ്ങളും കാര്യങ്ങളും. വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. മെക്കാനിക്കലി ആണെങ്കിലും തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് തന്നെ നമുക്ക് വേറെ കാര്യമായ മാറ്റങ്ങളോ ചേഞ്ചസോ ഒന്നും തന്നെ വരുത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ
കസ്റ്റമർക്ക് കൊടുക്കുന്നു. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു റിവ്യൂ കാര്യങ്ങളായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് വാഹനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് ഏത് കമ്പനിയുടെ ഏത് ഇയർ കിടക്കുന്ന ഏത് വാഹനം എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പെട്രോൾ ആണോ ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞുതരും. പിന്നീട് നിങ്ങളൊരു ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടികൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പോയി നോക്കി എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ്, നമ്മൾ ഇന്നോവ, ഇറ്റിയോസ് ലിവ, കൊറോള ആൾട്ടിസ്, അതുപോലെ തന്നെ ടാറ്റയുടെ സഫാരി, സ്റ്റോം, മഹേന്ദ്രയുടെ താർ അങ്ങനെയുള്ള ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങൾ ഒന്നും തന്നെ നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം ചില വാഹനങ്ങൾ ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒന്നെങ്കിൽ കേരള വണ്ടിയുടെ പ്രൈസിൻ്റെ മുകളിൽ പോകും, അല്ലെങ്കിൽ എന്താ പറയുക വിലയും കൊണ്ട് നഷ്ടമാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തത്. ഓക്കെ, അതുപോലെ തന്നെ ചില വണ്ടികളൊന്നും ഇപ്പോൾ ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തരത്തിൽ ലാഭമില്ല. അപ്പോൾ അതായത് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നിങ്ങൾ ഡൽഹി, ഹരിയാന, UP എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒത്തിരി നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. കൂടാതെ ഒരുപാട് നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ്, ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ എന്തെങ്കിലും മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ചാനലിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ്, നമ്മൾ ഈ വാഹനം എടുത്തതിൻ്റെ പ്രൈസ് നമ്മൾ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ആസ്കിംഗ് പ്രൈസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ ഇടുമ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, വില പറയാത്ത വീഡിയോ എന്തിനാണ് കാണുന്നത്, വില വില പറയാത്ത ഇതൊന്നും മറച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളല്ല. അത് ഓരോ ആളുകൾ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ അവർ പറയേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നാലും ഈ വാഹനം നമ്മൾ എടുത്തത് ഏകദേശം ഒരു 12 ജില്ലാനത്തിനാണ് നമ്മളിത് അവിടുന്ന് എടുത്ത പ്രൈസ് കേട്ടോ. ഈ വണ്ടി അവിടുന്ന് എടുത്ത് 2016-17 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 1.17 സംതിങ്ങിൻ്റെ അടുത്ത് ഓട്ടുണ്ട്. അത് പക്ക ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം, മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ സംഭവിക്കാത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 10-12 രൂപ ചില്ലാനത്തിലാണ് നമ്മൾ ഈ വണ്ടി അവിടുന്ന് NOC റേറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വണ്ടിയുടെ പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാൻ അതിനനുസരിച്ച് വാട്സപ്പിനകത്തായിട്ട് മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.